ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങളുടെ സൂപ്പർ വുമൺ 369 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഞങ്ങളുടെ കാട്ടൂർ കുടുംബത്തിൻ്റെ കുടുംബയോഗമാണ് നടക്കുന്നത്. ഇതിനകത്തിലെ മുതിർന്ന ആൾക്കാരാണ് ഫ്രണ്ടിലിരിക്കുന്നത്. മരിച്ചുപോയ അമ്മാവൻ്റെ ഫോട്ടോയാണത്. ഇതെല്ലാം ഞങ്ങളുടെ കുടുംബാംഗങ്ങളാണ്. നാത്തൂനും അനിയത്തിമാരും അവരുടെ മക്കളും എല്ലാവരും ഉണ്ട്. ഇതിലെ കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഉണ്ട്. അടുത്ത തലമുറയെ പരസ്പരം കണ്ടാൽ തിരിച്ചറിയാതിരിക്കാൻ ഉള്ള അവസരം ഉണ്ടാകാതിരിക്കാൻ ഈ കുടുംബയോഗങ്ങൾ നടക്കുന്നത് വളരെ നല്ലതാണ്. എല്ലാവരും എത്തിയിട്ടുണ്ട്. ആദ്യമേ തന്നെ ഒരു ഈശ്വര പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് യോഗം തുടങ്ങിയത്. കുട്ടികൾ ഈശ്വര പ്രാർത്ഥന ചൊല്ലി അരുണിൻ്റെ നേതൃത്വത്തിൽ ചടങ്ങുകൾ ആരംഭിച്ചു. ഈശ്വര പ്രാർത്ഥന ചൊല്ലുകയാണ് കുട്ടികൾ. അരുൺ ഹരേകൃഷ്ണയിൽ ഉള്ള ആളാണ്. അതിചന്ദ്രപ്രഭു എന്ന് പറയും. അവനെൻ്റെ ചിറ്റയുടെ മോനാണ്. അവനാണ് ഇത് കണ്ടക്ട് ചെയ്തത്. ഈ കാണുന്നത് എൻ്റെ കൊച്ചുമകനാണ്. കഥ പറയാൻ കയറി നിൽക്കുകയാണ്. ഇതെൻ്റെ ആങ്ങളെയാണ്. അവന് അഭിപ്രായങ്ങൾ പറയുകയാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ നടക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ കിട്ടുന്ന പൈസ ഇപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ വന്നു കഴിഞ്ഞാൽ വലിയ തുക കിട്ടും. ഈ തുക ഇതൊരു സിസ്റ്ററുടെ മോളാണ്. അവൾ രാമായണത്തിലെ പോഷനാണ് ചൊല്ലുന്നത്. അഭിഷേകവും ചെയ്തു രാജ്യത്തിനാശു കൂട്ടിക്കൊണ്ടു പോയിട്ടു പൂജ്യനാം ജ്യേഷ്ഠനെ സേവിച്ചു കൊള്ളുവാൻ. ഇത് അരുണിൻ്റെ മോളാണ്. പാട്ട് പാടുകയാണ്. സുന്ദരം സുന്ദരം ഇതെൻ്റെ ആങ്ങളുടെ മോള് ശ്രീമോള് പാട്ട് പാടുകയാണ്. ഇത് എൻ്റെ ഒരു സിസ്റ്ററിൻ്റെ മോനാണ്. അവനും പാട്ട് പാടുകയാണ്. അവന് MBBS സെലക്ഷൻ കിട്ടിയിട്ടിരിക്കുന്നതാണ്. ഓരോരുത്തരും സംസാരിക്കുകയാണ്. എല്ലാവർക്കും സംസാരിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഇതിൻ്റെ അമ്മായിയാണ്. വലിയമ്മായി പാട്ട് പാടുകയാണ്. അമ്മായിയുടെ വീട്ടിൽ വെച്ചാണ് ഈ ഫംഗ്ഷൻ നടന്നത്. ഇതെൻ്റെ ആങ്ങള പ്രമോദാണ് പാടുന്നത്. ഇതെൻ്റെ അനിയത്തി കാഞ്ചന ലക്ഷ്മിയുടെ മകനാണ്. വഞ്ചിപ്പാട്ട് പാടുകയാണ്. എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്യുന്നു. ഇതെൻ്റെ അനിയത്തിയുടെ ഭർത്താവാണ് ഗോപകുമാർ. അദ്ദേഹം പാടുകയാണ്. ഇതെൻ്റെ അനിയത്തിയുടെ മോനാണ്. ഇപ്പോൾ ഒരു പാട്ട് പാടുകയാണ്.
ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എൻ്റെ മക്കൾ ആദ്യമേ കയറി. സദ്യ അടിപൊളി സദ്യയായിരുന്നു. ഇലയിട്ട് അടിപൊളി വെജിറ്റേറിയൻ സദ്യയും ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഫിഷ്, ചിക്കന് എല്ലാം ഉണ്ടായിരുന്നു. 3 ട്രിപ്പായിട്ടാണ് സദ്യ കഴിഞ്ഞത്. 2 വക പ്രഥമനും ഉണ്ടായിരുന്നു. അടുത്ത ഗെയിംസാണ്. കണ്ണ് കെട്ടിയിട്ട് ഒരാൾ ഡയറക്ഷൻ കൊടുക്കണം, ഒരാൾ മൂവ് ആവണം. കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ ടച്ച് ആവാതെ പോകണം. ഇതായിരുന്നു ഗെയിം. പക്ഷെ ആർക്കും വിൻ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ഇത് ശരിക്കും ഹസ്ബൻഡ് ആൻഡ് വൈഫും കൂടെ കളിക്കേണ്ട ഗെയിമായിരുന്നു. ഹസ്ബൻഡ് ആൻഡ് വൈഫ് കൂടാണ് കളിച്ചത്. അതില്ലാത്തവർ സിസ്റ്റേഴ്സോ ബ്രദേഴ്സോ മക്കളോ ആര് വേണേലും ഇതിനകത്തിൽ ഡയറക്ഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ കണ്ണ് കെട്ടി കളിക്കാനോ പറ്റുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ ഗെയിമുമായിട്ട് ഇരുന്നു. അങ്ങനെ ഈ കളി അവസാനിപ്പിച്ചു. പിന്നെ അടുത്ത കളി കസേര കളിയായിരുന്നു. കൊച്ചു കുട്ടികൾ വരെ അതിനകത്ത് കുട്ടികളുടെ സംഘമാണ് കളിച്ചത് മുഴുവൻ. അവസാനം വിൻ ചെയ്തത് എൻ്റെ അനിയത്തിയുടെ മകനായിരുന്നു. കൊച്ചു കുട്ടികളും കളിയിൽ കൂടി. വിൻ ചെയ്തത് കൃപയുടെ മകൻ. ഇതെൻ്റെ കൊച്ചുമക്കൾ 2 പേരും കയറി പാട്ടൊക്കെ പാടി. ലാസ്റ്റ് ഇത് ശിവാൻഷാണ് പാടിയത്. പിന്നെ എല്ലാവരും കൂടെ ഡാൻസ് കളിക്കാൻ തുടങ്ങി. കുറേ പാട്ടൊക്കെ ഇട്ട് അടിപൊളി ഡാൻസൊക്കെ കളിച്ചു. വലിയവരും കുട്ടികളും എല്ലാവരും ഭയങ്കര ഡാൻസായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക. അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ലാസ്റ്റായിട്ട് ഒരു അടിപൊളി പാട്ടൊക്കെ ഇട്ട് ഡാൻസ് ചെയ്തു. കുറേ ആൾക്കാരൊക്കെ ഡാൻസ് ചെയ്തു. ഓക്കെ, താങ്ക് യു സോ മച്ച്.